ഇപ്പം അടുപ്പിച്ച് 2-3 ദിവസമായിട്ട് ഇവിടെ രാത്രി നല്ല മഴ പെയ്യുന്നുണ്ട്. എല്ലായിടത്തും ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ രാവിലേക്ക് ഇതേ ചായക്ക് ഇന്ന് ദോശയും ചമ്മന്തി കേട്ടോ. അതായത് നമ്മുടെ തക്കാളി ചമ്മന്തി ഇല്ലേ, കുറേ ദിവസമായിട്ട് ഈ ഒരു തക്കാളി ചമ്മന്തി ഉണ്ടാക്കിയിട്ട്. അതുകൊണ്ട് തന്നെ ഇത് കണ്ടപ്പോൾ നമ്മുടെ തേജുവിൻ്റെ മുഖത്തൊരു ചെറിയ ഉണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റൊക്കെ നമ്മുടെ തേജുവിൻ്റെ ദോശയ്ക്കുള്ള മെയിൻ കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ ഈ ഒരു ചമ്മന്തി. ഇപ്പോൾ കുറച്ചായിട്ട് സാമ്പാറിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി ചായ എടുക്കണേക്കാൻ മുന്നേ എങ്ങോട്ട് ഓടണമെന്ന് അറിയോ? അയ്യോ, അച്ഛൻ സ്കൂട്ടി കൊണ്ടാ കളിക്കാൻ പോയിക്കണ്. അങ്ങനെ നമ്പർ പ്ലേറ്റ് വെക്കാത്തോണ്ട് മുഖം നമ്പർ പ്ലേറ്റ് വെക്കാത്തോണ്ട് വണ്ടിയുടെ ബാക്ക് ഇങ്ങനെയാണത്ര. ഇങ്ങനെ നമ്പർ പ്ലേറ്റ് ഇന്ന് കിട്ടുള്ളൂ അല്ലേ, റെഡിയാക്കിയിട്ട്. എന്താ ഉപമാലേ. അങ്ങനെ കുറച്ചു നേരം വണ്ടിയൊക്കെ നോക്കി നിന്നതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ചായ കുടിക്കായിരുന്നു കേട്ടോ. ഇപ്പൊ ഇവനും നേരത്തെ എണീക്കണ കാരണം എനിക്ക് ചായ കുടിക്കുമ്പോൾ കമ്പനിക്ക് തേജുണ്ട്. അങ്ങനെ ഒരു സിനിമ കണ്ടിട്ട് ചായ കുടിക്കാന്ന് വിചാരിച്ചപ്പോൾ വാഴ 2 എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്നും മിണ്ടാണ്ട് ഞാൻ ഇതായിരുന്നു കഴിച്ച്. പിന്നെ നമുക്ക് കുറേ കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ അൺബോക്സ് ചെയ്യാണ്ട് ഇങ്ങനെ കൂട്ടി വെച്ചേക്കായിരുന്നു. ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ, ഞാൻ കിട്ടിയ പാടെ തന്നെ ഭയങ്കര ക്യൂരിയോസിറ്റിയിൽ അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഫോട്ടോയിൽ കാണുന്ന പോലെ അത് കിട്ടുമെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല കേട്ടോ. അത് നമ്മുടെ വണ്ടിയുടെ ഉള്ളിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല നീറ്റായിട്ടും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 10 of 10 തന്നെ കൊടുക്കാൻ പറ്റിയ. പിന്നെ അടുത്തത് ഞാൻ നമ്മുടെ തേജുവിനുള്ളതാട്ടോ. അത് കളിക്കേണ്ട കാര്യങ്ങളൊന്നും അല്ലേ, കാരണം ഇവന്റെ ഡ്രസ്സോളൊക്കെ നമുക്ക് ഷെൽഫിൽ ഒതുക്കി വെക്കപ്പോൾ പറ്റണില്ല. കാരണം എൻ്റെ തന്നെ വെച്ചിട്ട് അത്യാവശ്യം അയക്കണം. അപ്പോൾ തേജുവിന്റെ ഡെയിലി ഇടുന്ന സാധനങ്ങൾ ഞാൻ ഇതുപോലെ ഒരു ഇതിന്റെ ഉള്ളിലാട്ട് വെക്കാറ്. അപ്പോൾ അത് കംപ്ലൈന്റ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പം അവന്റെ ഡ്രസ്സൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഈ ഒരു സാധനം വാങ്ങി. ഇതിലാണെങ്കിൽ ഫസ്റ്റ് തന്നെ അവൻ കയറി ഇരിക്കട്ടെ ചെയ്തത്. കാരണം അത്യാവശ്യം വലിപ്പമുള്ള ഒരു സ്റ്റോറേജ് ബോക്സ് തന്നെയായിട്ട് വരണത്. പിന്നെ ഇത് ഈ ഒരു ചട്ട ഉണ്ടല്ലോ, ഇത് അതിന്റെ ഉള്ളിൽ വെച്ചാൽ ഇങ്ങനെ ബാലൻസ് ആയിട്ട് സെറ്റ് ആയിട്ട് നിൽക്കൂട്ടോ. അതായത് വളഞ്ഞ് അങ്ങനെയൊന്നും പോയില്ലേ. അങ്ങനെ ഇത് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഒട്ടിക്കാനുള്ള ആ ഒരു സ്റ്റിക്കറും കൂടി ഉണ്ട് കേട്ടോ. പിന്നെ തേജു ഇത് തലയിലും വെച്ച് നടന്നിട്ട് ഇത് നേരെ റൂമിൽ കൊണ്ടുപോയതാ. ഇതിലാണ് കേട്ടോ ഞാൻ അവന്റെ ഡ്രസ്സ് ഡെയിലി ഇടേണ്ടത് മാത്രം കേട്ടോ. ഇതിലിങ്ങനെ ഒരു ഇതിലാണ് എടുത്ത് വെക്കാറ്. ഇതിന്റെ സിബ് കംപ്ലൈന്റ് ആയിട്ട് ഇരിക്കുകയായിരുന്നു. പിന്നെ അടിഭാഗത്തായിട്ട് കീറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് കുട്ടിക്ക് അങ്ങോട്ട് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കുറേ പേര് കണ്ടിട്ടുണ്ടാവും ഈ ഒരു പ്രൊഡക്റ്റ്. നമുക്ക് എന്താ തുടയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ കബോർഡ് ആയിക്കോട്ടെ, ടേബിൾ ആയിക്കോട്ടെ, പിന്നെ എന്താ പറയുക, എന്തും എവിടെ വേണമെങ്കിലും തുടക്കം ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് വാഷ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. 1 ടൈം യൂസ് അല്ല കേട്ടോ. കണ്ടോ, വാഷ് ചെയ്തിട്ട് നമുക്ക് എത്ര വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. ഈ റോളിൽ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. ഇത് ഞാൻ ഈ ഒരു ഷീറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ ടേബിളൊക്കെ തുടയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അടുത്തത് എനിക്കൊരു കുർത്ത ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഞാൻ വെയർ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കാണിച്ചു തരാവേ. ഇത് ഞാനിപ്പോൾ എന്തായാലും ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങനെ അൺബോക്സ് ചെയ്തെന്നുള്ളൂ. ഇപ്പോൾ ഈ കാണിച്ച പ്രോഡക്റ്റിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ റൈറ്റ് സൈഡിൽ ടാഗ് ചെയ്യാം. ഇഷ്ടപ്പെട്ടെങ്കിൽ വാങ്ങണം എന്നുള്ളവരുണ്ടെങ്കിൽ ആ റൈറ്റ് സൈഡിൽ ടാഗ് ചെയ്ത് ഏറോയിൽ തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ലിസ്റ്റ് വരുവേ. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റൂ കേട്ടോ. പിന്നെ ഇത് ഞാൻ വെയർ ചെയ്തിട്ട് തന്നെ കാണിച്ചു തരാവേ, എന്നാലും ഇതിൻ്റെ ഭംഗി അറിയുള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാവേ. ബൈ.